പോകുന്നത് പരമ്പരാഗത ചിത്രകലയും അതിന്റെ സംസ്ഥാനങ്ങളുമാണ്. ഏതൊക്കെയാണ്? പരമ്പരാഗത ചിത്രകലയും അവരുടെ സംസ്ഥാനങ്ങളുമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മധ്യപ്രദേശ് പഠിച്ചാലോ. മധ്യപ്രദേശിന്റെ പ്രധാനപ്പെട്ട ചിത്രകലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫീലും ഗോണ്ടുമാണ്. ഫീലും ഗോണ്ടുമാണ്. അപ്പൊ ഇതെങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശ് നമ്മളൊരു മദ്യപാനിയെ പറ്റി ആയിരിക്കും. മദ്യപാനികളോട് ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ അവർ ഭയങ്കര ഫീലോട് കൂടിയായിരിക്കും ചിത്രം വരയ്ക്കുന്നത്. വളരെ ഫീലിങ്സോട് കൂടിയായിരിക്കും ചിത്രം വരയ്ക്കുന്നത്. അവർ എന്ത് വെച്ചായിരിക്കും പക്ഷെ അവർക്ക് ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഒരു ബ്രഷിന് പകരം ഒരു ബോണ്ട എടുത്തിട്ട് ഒരു ബോണ്ടയുടെ മഷി മുക്കിയായിരിക്കും പടം വരയ്ക്കുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ഗോണ്ടെന്നാണ്. ബോണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഗോണ്ട് ഫീലും ഗോണ്ട്. ഓക്കെ, അടുത്തത് ബീഹാറാണ്. ബീഹാറിൽ മധുബനിയാണ്. മധുബാനി. അപ്പൊ ആലോചിച്ചാൽ മതി. ഈ ബീഹാർ എന്ന് പറയുമ്പോൾ ബിയർ എന്നായിരിക്കും. ബിയർ എന്ന് പറഞ്ഞാൽ കരടിയല്ലേ, കരടിയുടെ കയ്യിലല്ലേ ഒരു വഴുത്തേനുള്ളത്, മധു ഉള്ളത്, കരടിയുടെ കയ്യിലല്ലേ ഉള്ളത്. അപ്പം കരടിയോട് പടം വരയ്ക്കാൻ പറഞ്ഞാൽ കരടി എങ്ങനെയായിരിക്കും പടം വരയ്ക്കുന്നത്? തേനൊക്കെ കൊണ്ടുവന്നായിരിക്കും പടം വരയ്ക്കുന്നത്. അപ്പൊ മധുബാനി മധു വെച്ചിട്ട് ആരായിരിക്കും ചെയ്യുന്നത്? ബിയർ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ബീഹാർ. ഓക്കെ, അടുത്തത് ആന്ധ്രാപ്രദേശാണ്. കലംകാരിയാണ്. ആന്ധ്രാപ്രദേശിലെ കലംകാരിയാണ്. അന്ന് ആലോചിച്ചാൽ മതി. ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ അന്ധന്മാരെ ആലോചിക്കാം. അന്ധന്മാരെ കണ്ണൊന്നും കാണാത്ത ആൾക്കാരെ. ഇപ്പൊ ഈ കണ്ണ് കാണാത്ത ആൾക്കാരാണെങ്കിലും അവർ ഭയങ്കര കലാകാരന്മാരായിരിക്കും. അവർക്ക് ചിലപ്പോൾ പടമൊക്കെ വരയ്ക്കാൻ പറ്റിയെന്നിരിക്കും. ഒരു കണ്ണ് കാണത്തില്ല, ഇപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പടം വരയ്ക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അവർ കണ്ണ് കാണാത്തവരായ അവർ ഉറപ്പായ ഒരു കലാകാരനായിരിക്കും. ചിലപ്പോൾ പാട്ട് വരയ്ക്കും, ഡാൻസ് കളിക്കായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ ഇയാൾ പടവും വരയ്ക്കുമെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം ആന്ധ്രാപ്രദേശ് കലങ്കാരി. അടുത്തത് കേരളം മ്യൂറൽ പെയിന്റിങ്സ് ആണല്ലേ. അപ്പം അത് നമുക്ക് ഓൾറെഡി അറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അമ്പലങ്ങളിലൊക്കെ എല്ലാം ഉള്ളത് പടം വരച്ച് വെച്ചിരിക്കുന്നത് മ്യൂറൽ പെയിന്റിങ്സ് ആണ്. അത് എന്തായാലും ഓർക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ നമുക്ക് മുറിയിൽ ഫുള്ള് ചിത്രങ്ങളായിരിക്കും എന്നായിരിക്കും. അപ്പൊ മുറിയിലല്ലേ, ഹോളിലല്ല, അവരുടെ മുറിയിലായിരിക്കും എന്നായിരിക്കും. അപ്പൊ മ്യൂറൽ പെയിന്റിങ്സ് എവിടെയാണ്? കേരളത്തിലാണ് അല്ലെ. അടുത്തത് ഒഡീഷയാണ്. ഒഡീഷയിലെ പട്ടചിത്രം. അപ്പൊ നമ്മൾ ആലോചിക്കാം, ഈ ഓഡീഷനൊക്കെ പോവാം. സിനിമയിൽ ഓഡീഷന് ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സീനോ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയാൻ ആലോചിക്കാം, ഒരു ചിത്രം വരയ്ക്കാൻ പറയുകയാണ്. അപ്പൊ എന്ത് വെച്ചാൽ ചിത്രം വരയ്ക്കുന്ന പട്ടച്ചാരായം വെച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നില്ല ഈ പട്ടച്ചാരായം വെച്ച് കൊട്ടാരം നടിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പട്ടച്ചാരായം ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പറയുകയാണ്. അതാണ് ഓഡീഷന് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് ആലോചിക്കാം. അപ്പൊ പട്ടചിത്ര ഒഡീഷ. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ വാർലി എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ്. വാർലി. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ മഹാരാജാവ് എന്താ വാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഹാരാജാവ് എന്താ ചെയ്യുന്നത്? മഹാരാജ ഇവിടെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ചിലർ പറഞ്ഞില്ലേ ഇപ്പൊ എത്തുമ്പോൾ വാഴ വെട്ടാൻ, അതുപോലെ മഹാരാജാവ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാരാജാവ് ഇവിടെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതാലോചിച്ചാൽ. അപ്പൊ വാർലി പെയിന്റിംഗ് മഹാരാഷ്ട്രയാണ്. മഹാരാജാവ് മഹാരാഷ്ട്ര. ഓക്കെ, അടുത്തത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ പഹാരിയും കാൻഗ്രയുമാണ്. ഹിമാചൽ പ്രദേശിലെ ചിത്രകലാരൂപങ്ങൾ ഏതൊക്കെയാണ്? പഹാരിയും കാൻഗ്രയാണ്. അത് ആലോചിച്ചാൽ മതി. നമ്മൾ ഹിമത്തിൽ, അതായത് മഞ്ഞിലൊക്കെ പോയി നമ്മളിങ്ങനെ എഴുതുകയാണെന്ന് വിചാരിക്കാം. മണ്ണിൽ എഴുതുന്ന പോലെ നമ്മൾ മഞ്ഞിൽ പോയിട്ട് ഇങ്ങനെ കാമാത എന്നൊക്കെ എഴുതുകയെന്ന് വിചാരിച്ചാൽ അതുപോലെ നമ്മൾ ഹരിശ്രീ എഴുതുകയാണ്. അപ്പൊ പഹാരി ഹരി അപ്പൊ പഹാരി ഹരിശ്രീ എന്നൊക്കെ എഴുതുവാണ്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വേറൊരാൾ കാണുവാണെങ്കിൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുമോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പൊ പഹാരിയും കാൻഗ്രയും ഇത് എവിടെ എഴുതുന്നത്? ഹിമത്തിലായിരുന്നു അല്ലേ. അതുകൊണ്ട് ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ ഏതൊക്കെയാണ്? പഹാരിയും ഹരിശ്രീ തരുന്നുണ്ട് തന്നെ പഹാരിയും, പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് കാൻഗ്രയും. ഓക്കെ, അടുത്തത് രാജസ്ഥാനാണ്. അപ്പൊ രാജസ്ഥാനെ ആലോചിക്കാൻ നമ്മൾ പൃഥ്വിരാജിനെ ആലോചിച്ചാൽ നമ്മൾ പൃഥ്വിരാജിനെ എല്ലാവരും രാജു എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ രാജസ്ഥാൻ രാജുവിനെ ആലോചിക്കാം. അപ്പൊ രാജു ഫഡ് പിച്ചുവായ് രാഗമാല രജപുത്ത് ഈ 4 എണ്ണമാണ് ഇവിടുത്തെ പ്രധാന ചിത്രകലാ രൂപങ്ങൾ. അപ്പൊ ഇതെങ്ങനെ പഠിക്കുന്നത് നോക്കാം. പൃഥ്വിരാജിന്റെ ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനോട് ഇപ്പൊ പറയാണ് ഒരു സിനിമയിൽ പടം വരയ്ക്കുന്ന ഒരു റോളുണ്ട് എന്ന് പറയുന്നത്. പൃഥ്വിരാജ് പറയണം എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ കുറച്ച് ഫുഡ് വേണമെങ്കിൽ പിച്ചക്കാർക്ക് കൊടുക്കാം, ഫുഡ് വേണമെങ്കിൽ ഞാൻ പിച്ചക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പോട്ടെ എന്റെ പുത്തൻ മാല ഞാൻ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പടം വരയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറയാനായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആലോചിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഫുഡ് വേണമെങ്കിൽ പിച്ചക്കാരന് കൊടുക്കാം. അപ്പൊ ഫണ്ട് പിച്ചുവായ്. അപ്പൊ ഫുഡ് വേണമെങ്കിൽ പിച്ചക്കാരന് കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ മാല, എന്ത് മാലയാണ്? പുത്തൻ മാല. അപ്പൊ രജപുത്ത്, രാജുവിന്റെ പുത്തൻ മാല വേണമെങ്കിൽ പിച്ചക്കാരന് കൊടുക്കാം, പക്ഷെ എന്നാലും അല്ലാതെ എനിക്ക് പടം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ രജപുത്തും രാജുവിന്റെ പുത്തൻ മാല കളിക്കുക. അപ്പൊ രജപുത്തും രാഗമാലയും. അപ്പൊ ഇനി മറക്കല്ലേ. അപ്പൊ നിങ്ങളൊന്ന് പറയാം, കേരളത്തിൽ കണ്ടു കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അപ്പൊ അതിന്റെ ആ ചിത്രത്തിന്റെ ഒരു വിഷയം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ബൈ.